നമസ്കാരം. ഇസ്ലാമിക ഭീകരർക്ക് പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി നൽകിവരുന്ന പിന്തുണ തുറന്നു സമ്മതിച്ച് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. 3 പതിറ്റാണ്ടായി ഭീകര സംഘടനകൾക്ക് ധനസഹായവും പിന്തുണയും നൽകുന്നുണ്ടെന്ന് ഖ്വാജ ആസിഫ് പറഞ്ഞു. ഇന്ത്യ പൊതുവേദിയിൽ ഉന്നയിക്കുന്ന വാദങ്ങൾ ശരിവെച്ചാണ് ഖ്വാജ ആസിഫിന്റെ ഏറ്റുപറച്ചിൽ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ബ്രിട്ടീഷ് ചാനലായ സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിനിടയിലാണ് ഖ്വാജ ആസിഫിന്റെ കുറ്റസമ്മതം. പാകിസ്ഥാന്റേത് കുറ്റമറ്റ ട്രാക്ക് റെക്കോർഡ് അല്ലെന്നും US, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് വേണ്ടി തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണച്ചിട്ടുണ്ടെന്നും ആസിഫ് പറഞ്ഞു. ഏകദേശം 3 പതിറ്റാണ്ടുകളായി ഞങ്ങൾ US വേണ്ടിയും ബ്രിട്ടൻ ഉൾപ്പെടെ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് വേണ്ടിയും ഈ വൃത്തികെട്ട ജോലി ചെയ്തു വരുന്നു. അതൊരു തെറ്റായിരുന്നു, അതിന് ഞങ്ങൾ അനുഭവിച്ചുവെന്നും ഖ്വാജ ആസിഫ് പറഞ്ഞു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പാകിസ്ഥാനാണ് പരോക്ഷമായി ഉത്തരവാദിയെന്ന് ഇന്ത്യ ആരോപിച്ച സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ദീർഘകാല നിലപാടിനെ ന്യായീകരിക്കുന്ന ഈ പരാമർശം. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി തീവ്രവാദികളെ പിന്തുണയ്ക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് സമ്മതിച്ച പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി അതിന്റെ ഉത്തരവാദിത്തം US, ബ്രിട്ടൻ ഉൾപ്പെടെ രാജ്യങ്ങളുടെ മേൽ കെട്ടിവെക്കാനും ശ്രമിച്ചു. 3 പതിറ്റാണ്ടുകളായി US-നും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കും വേണ്ടിയും ഞങ്ങൾ ഈ വൃത്തികെട്ട ജോലി ചെയ്തു വരികയാണ്. ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ ദീർഘകാല ചരിത്രത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തക യാൽഡ ഹക്കീം ചോദിച്ചപ്പോൾ ഖ്വാജ ആസിഫ് പറഞ്ഞു. എന്നിരുന്നാലും അതൊരു തെറ്റായിരുന്നു എന്നും പാകിസ്ഥാൻ അതിന് ഇരയായി എന്നും അദ്ദേഹം പറഞ്ഞു. സോവിയറ്റ് യൂണിയനെതിരായ യുദ്ധത്തിലും പിന്നീടുണ്ടായ ആക്രമണത്തിന് ശേഷവും പാകിസ്ഥാൻ ഉറച്ച നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ പാകിസ്ഥാന് കുറ്റമറ്റ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടാകുമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. സോവിയറ്റ് യൂണിയനെതിരായ ശീതയുദ്ധകാലത്ത് പാകിസ്ഥാൻ US-നെ പിന്തുണച്ചു. 2001 സെപ്റ്റംബർ 11 ന്യൂയോർക്കിൽ അൽ-ഖ്വയ്ദ നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷം അഫ്ഗാനിസ്ഥാനിലെ അധിനിവേശത്തെയും പിന്തുണച്ചു. അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയനെതിരെ പോരാടാൻ US തീവ്രവാദികളെ പ്രതിനിധികളായി ഉപയോഗിച്ചുവെന്ന് പോലും ആസിഫ് വെളിപ്പെടുത്തി. ഭീകര സംഘടനകൾക്ക് ധനസഹായം നൽകുന്നെന്ന പേരിൽ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നതിന് US-നെതിരെയും അദ്ദേഹം ആഞ്ഞടിച്ചു. ഇക്കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നത് വൻ ശക്തികൾക്ക് വളരെ സൗകര്യപ്രദമാണ്. 80കളിൽ സോവിയറ്റ് യൂണിയനെതിരെ ഞങ്ങൾ അവരുടെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്തപ്പോൾ ഇന്ന് തീവ്രവാദികളായി മുദ്രകുത്തപ്പെട്ടവരെല്ലാം വാഷിംഗ്ടണിൽ ഒത്തുകൂടി ഭക്ഷണം കഴിച്ചിരുന്നു. പിന്നീട് മുംബൈ ഭീകരാക്രമണം, വീണ്ടും അതേ സാഹചര്യം ആവർത്തിച്ചു. ഞങ്ങളുടെ സർക്കാർ ഒരു തെറ്റ് ചെയ്തെന്ന് താൻ കരുതുന്നു, ഖ്വാജ പറഞ്ഞു. താലിബാൻ ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളെ US അവരുടെ ആവശ്യത്തിനായി ഉപയോഗിച്ചെന്നും ആസിഫ് പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര യുദ്ധം മുറുകുന്നതിനിടയിലാണ് ആസിഫിന്റെ പരാമർശം. അതിർത്തിക്കപ്പുറത്തുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ പിന്തുണ നൽകുകയും ധനസഹായം നൽകുകയും ചെയ്യുന്നുവെന്ന് ഇന്ത്യ വളരെ കാലമായി ആരോപിക്കുന്ന കാര്യമാണ്. ചൊവ്വാഴ്ച ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 പേരാണ് കൊല്ലപ്പെട്ടത്. പഹൽഗാം ഭീകരാക്രമണത്തിലെ പങ്ക് പുറത്തു വന്നതിനെ തുടർന്ന് പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ്. പാക് വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം ഇന്ത്യയുടെ വാദത്തിന് കൂടുതൽ ശക്തി പകരുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യ വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്ക് പ്രതിനിധികളെ ഇന്ത്യ അറിയിച്ചു. ജർമ്മനി, ജപ്പാൻ, പോളണ്ട്, UK, റഷ്യ, ചൈന അംബാസിഡർമാരുമായിട്ടാണ് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ചർച്ച നടത്തിയത്. പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകളിൽ അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കുകയാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായത്താൽ മാത്രം മുന്നോട്ട് പോകുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ നീക്കം. അതേസമയം തീവ്രവാദത്തിന് പുതിയ നിർവചനം നൽകുകയാണ് പാകിസ്ഥാൻ. പഹൽഗാമിൽ ആക്രമണം നടത്തിയത് തീവ്രവാദികളല്ലെന്നും അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്നുമുള്ള വിശേഷണവുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിരുന്നു. ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാറാണ് തീവ്രവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന് വാർത്താ സമ്മേളനത്തിൽ വിശേഷിപ്പിച്ചത്. പഹൽഗാമിലെ കൂട്ടക്കൊലയ്ക്ക് അർഹിക്കുന്ന തിരിച്ചടി ഇന്ത്യ നൽകേണ്ടുന്നതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതാണ് ഈ അഹങ്കാരം പറച്ചിൽ. അതിനിടെ അതിർത്തിയിലെ തീവ്രവാദ ക്യാമ്പുകൾ പാകിസ്ഥാൻ ഒഴിപ്പിക്കുകയാണ്. തീവ്രവാദ നേതാക്കളെയെല്ലാം തന്നെ വിമാനത്തിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നു. സർജിക്കൽ സ്ട്രൈക്ക് ഭീഷണിയിൽ ഭയന്നാണ് ഇതെല്ലാം.